അപ്പോൾ നമ്മൾ നോട്ട് മേക്കിംഗ് എന്ന ആക്ടിവിറ്റി പഠിക്കുകയാണ്. ഒപ്പം ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോക്കസ് ഏരിയ അല്ല, പക്ഷേ ഫോക്കസ് ഏരിയ അല്ലാതാവുന്നതിന് മുമ്പ് വരെ സ്ഥിരമായിട്ടൊരു എസ്സേ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒരെണ്ണമാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് എങ്ങനെയാണ് നോട്ട് മേക്കിംഗ് എന്ന് നോക്കാം. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താ? അഞ്ജന മൊജുംദാറിൻ്റെ എസ്സേ ആണ്. അഞ്ജന മൊജുംദാർ ഇൻ ഹെർ എസ്സേ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്പീക്സ് അബൌട്ട് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. ഷീ സ്പീക്സ് അബൌട്ട് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിൻ്റെ വേരിയസ് ആസ്പെക്ട്സിനെ പറ്റിയാണ് അഞ്ജന മൊജുംദാർ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് ഡിസാസ്റ്ററിൻ്റെ വേരിയസ് ആസ്പെക്ട്സ്? ഇതറിയാമെങ്കിൽ നമുക്ക് നോട്ട് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒരു പാരഗ്രാഫായിട്ട് എഴുതി വെക്കുകയാണ്. എന്തൊക്കെയാണ് ഡിസാസ്റ്ററിൻ്റെ വേരിയസ് ആസ്പെക്ട്സ്? Disasters in the global scenario, disasters in the Indian context, the regions affected by disaster, disasters in the global scenario, ലോകമെമ്പാടുമുള്ള ഡിസാസ്റ്റർ എങ്ങനെയാണ്, ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ സാഹചര്യത്തിൽ ഡിസാസ്റ്റർ എങ്ങനെയാണ്, ദ റീജിയൻസ് അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റേഴ്സ്, ലോകത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏതൊക്കെ ഏരിയാസിലാണ് ഡിസാസ്റ്റർ അഫക്റ്റ് ചെയ്യുന്നത്, മേജർ ഡിസാസ്റ്റേഴ്സ് ഹാപ്പൻഡ് ഇൻ ദ സെഞ്ചുറി, കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ച മേജർ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ആൻഡ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. ഇത്രയാണ് എസ്സേയിൽ പറയുന്നത്. നോക്കിക്കേ, അഞ്ജന മൊജുംദാർ ഇൻ ഹെർ എസ്സേ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്പീക്സ് അബൌട്ട് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, കോളൻ അല്ലെങ്കിൽ സെമി കോളൻ. എന്നിട്ട് എന്തൊക്കെ എഴുതും? ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്, disasters in the Indian context, the regions affected by disasters, major disasters happened in the country, major disasters happened in the century, impact of disasters and management of disasters in India. ഇത്ര എഴുതിയിട്ട് നമുക്ക് മേജറായിട്ടുള്ളത് 4 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നോട്ട് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കി ശ്രദ്ധിച്ചിരിക്കുക. ഇതിപ്പോൾ ഒരു മാർജിൻ ആണെങ്കിൽ, ഇത് നമ്മുടെ മാർജിൻ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, മെയിൻ പോയിൻറ്റ്സ് ഇങ്ങനെ എഴുതും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ പോയിൻ്റ് എങ്കിൽ ഇത് എഴുതി കഴിഞ്ഞ് ഇത് മെയിൻ പോയിൻ്റ് നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് സബ് പോയിൻറ്റ്സ് ഇങ്ങനെ എഴുതും. മെയിൻ പോയിൻറ്റ്സ് ലെഫ്റ്റ് ഇൻറ്റൻറ്റിൽ എഴുതും, കുറച്ച് ഇൻറ്റൻറ്റ് വിട്ടിട്ട് സബ് പോയിൻറ്റ്സ് എഴുതും. സബ് പോയിൻറ്റ്സിന് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ഇൻറ്റൻറ്റ് വിട്ടിട്ട് എഴുതാം. അപ്പം മെയിൻ പോയിൻ്റ്, സബ് പോയിൻ്റ്, അടുത്ത മെയിൻ പോയിൻ്റ് വരുമ്പോൾ അത് വീണ്ടും ഇവിടെ തന്നെ എഴുതും. അതിൻ്റെ സബ് പോയിൻറ്റിങ് എങ്ങനെ എഴുതുന്നതെന്ന് കാണിക്കാം. നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ് എന്നുള്ളത്. ആദ്യം നമ്മൾ ഡിസാസ്റ്റേഴ്സ് ദ ഗ്ലോബൽ സെനാരിയോ എന്നാണ്, അത് നമ്മൾ ഇവിടോട്ട് എഴുതുന്നു. ഡിസാസ്റ്റേഴ്സ് ദ ഗ്ലോബൽ സെനാരിയോ. നോട്ട് മേക്കിങ്ങിൽ നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതത്തില്ല, പോയിൻ്റ് ആക്കിയാണ് എഴുതുക. ഡിസാസ്റ്റേഴ്സ് ദ ഗ്ലോബൽ സെനാരിയോ. ഈ ബുള്ളറ്റിൻ കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റോമൻ ന്യൂമറിൽ 1 എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ സാധാ 1, 2, 3 കൊടുക്കാം. ABC കൊടുക്കാം, ക്യാപിറ്റൽ ABC കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണമെന്നുള്ളത്. ഇവിടെ ഇപ്പം ബുള്ളറ്റിൻ കൊടുത്തു, ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഗ്ലോബൽ സെനാരിയോ. ഇനി അതിൻ്റെ സബ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഇങ്ങനൊരു ലൈൻ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡിസാസ്റ്റേഴ്സ്, അതിൻ്റെ സബ് പോയിൻ്റ് ചലഞ്ച് ഫോർ ഹ്യൂമാനിറ്റി. നമ്മൾ സെൻറ്റൻസ് ആക്കുമ്പോൾ എങ്ങനെ എഴുതും? ഡിസാസ്റ്റേഴ്സ് ആർ എ ചലഞ്ച് ഫോർ ഹ്യൂമാനിറ്റി. ഇവിടെ പോയിൻ്റാണ്. ഇനി അടുത്ത പോയിൻ്റ് എന്താ? ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി. സെൻറ്റൻസ് ആക്കുമ്പോൾ എങ്ങനെ എഴുതും? ദീസ് ഡേയ്സ് ഡിസാസ്റ്റേഴ്സ് ഇൻക്രീസ് ഇൻ ദെയർ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി. അവരുടെ അളവും തീവ്രതയും കൂടിക്കൂടി വരുന്നു എന്നാണ്. അടുത്ത പോയിന്റ്, ദ വേൾഡ് ഹാസ് ബിക്കം മോർ പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. ലോകത്തിൽ ഡിസാസ്റ്റേഴ്സ് കൂടിക്കൂടി വരികയാണ്. അടുത്ത സബ് പോയിന്റ്, ദ വേൾഡ് ഹാസ് ബിക്കം മോർ പ്രോംപ്റ്റ് ടു ഡിസാസ്റ്റേഴ്സ്. അടുത്ത സബ് പോയിന്റ് എന്താ? ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റേഴ്സ്. ഡെവലപ്ഡ് കൺട്രീസിലുണ്ട്, ഡെവലപ്പിംഗ് കൺട്രീസിലുണ്ട്. അപ്പോൾ അത് അടുത്ത പോയിന്റ്, ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ അഫക്റ്റഡ്. അടുത്ത പോയിന്റ് എന്താ? മെയിനായിട്ട് പറയുന്നൊരു ഡിസാസ്റ്റർ ഫ്ലഡാണ്.
flood common in India, China and Bangladesh. Flood common in India, China and Bangladesh. ഗാന്ധിയൻ വാല്യൂസും അല്ലെ ആൻഡ് ദെൻ ഗാന്ധി കെയിമിൻ്റെ പോയിന്റ്സും ഇതുപോലെ സബ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. ആ രീതിയിലാണ് ഞാൻ എസ് എ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നോക്കി ഇതുപോലെ ആക്കുക. ഇവിടെ നോക്കുക, ഇതൊരു എസ് എ ആക്കി എഴുതണമെങ്കിൽ നമുക്ക് ഇതേ പോയിന്റ് യൂസ് ചെയ്യാം. ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഗ്ലോബൽ സിനാരിയോ സബ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക ഡിസാസ്റ്റേഴ്സ് ആർ എ ചലഞ്ച് ഫോർ ഹ്യൂമാനിറ്റി. ദേ ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ദീസ് ഡേയ്സ്. The world has become more prone to disasters. Both developed and developing countries are affected by different types of disasters. Flood is a disaster which is common in India, China and Bangladesh. ഇത് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇനി അടുത്ത സെക്കൻഡ് പോയിന്റ് നമ്മൾ ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പറഞ്ഞു. ഇതേ രീതിയിൽ ഇവിടെ ബുള്ളറ്റിനിട്ട് നമ്മളിവിടെ എഴുതും ഡിസാസ്റ്റേഴ്സ് ഹൈഫൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ നോട്ട് മേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി പോയിന്റ്സ് നമുക്ക് തുടച്ചിട്ട് എഴുതാം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ആ പോയിന്റ് ഒന്നുകൂടെ എടുത്തെഴുതുവാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്തൊക്കെയാണ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്? ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. അതാണ് ഫസ്റ്റ് സബ് പോയിന്റ്. ഹൈലി പ്രോൺ, ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്ന് കേട്ടിട്ടില്ലേ, ടു ഡിസാസ്റ്റേഴ്സ്. ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. ഇന്ത്യയിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള വളരെ വലിയ സാധ്യതയാണുള്ളത്. അടുത്ത പോയിന്റ് എന്താ? വൾണറബിലിറ്റി. ഇന്ത്യയിൽ ഡിസാസ്റ്റർ ഉണ്ടാവാനുള്ള ഡാമേജിന് കാരണം ലോട്ട്സ് ഓഫ് റീസൺസ്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ വൾണറബിലിറ്റി, ഡിസാസ്റ്റർ ഉണ്ടാവാനുള്ള വൾണറബിലിറ്റിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് സബ് പോയിന്റ്സ് ഉണ്ട്. ആ സബ് പോയിന്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് വേറൊരു സിമ്പിൾ ഉപയോഗിച്ച് എഴുതാം. ഓക്കെ, സബ് പോയിന്റ്സ് ആണ് ജോഗ്രഫിക് ലൊക്കേഷൻ. ഇന്ത്യയുടെ ജോഗ്രഫിക് ലൊക്കേഷൻ ഒരു റീസൺ ആണ്. ജോഗ്രഫിക് ലൊക്കേഷൻ. വീണ്ടും ഒരു സബ് പോയിന്റ് നമുക്ക് വരുന്നുണ്ട്. അതെന്താണ്? ലോങ് കോസ്റ്റ് ലൈൻ, മൗണ്ടൻ റേഞ്ചസ്. ലോങ് കോസ്റ്റ് ലൈൻ, മൗണ്ടൻ റേഞ്ചസ് ആൻഡ് പെരനിയൽ റിവേഴ്സ്. പെരനിയൽ റിവേഴ്സ്, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദികൾ. അപ്പോൾ ഇത് സെന്റൻസ് എങ്ങനെ ആക്കും? ദെയർ ആർ ലോട്ട്സ് ഓഫ് റീസൺ ഫോർ ദ വൾണറബിലിറ്റി. എന്തൊക്കെയാ? ദേ ആർ ജോഗ്രഫിക് ലൊക്കേഷൻ, ലോങ് കോസ്റ്റ് ലൈൻ, മൗണ്ടൻ റേഞ്ചസ്, റിവേഴ്സ് ആൻഡ് ഓവർ പോപ്പുലേഷൻ. ഓവർ പോപ്പുലേഷൻ, ഓവർ പോപ്പുലേഷൻ, ഓവർ പോപ്പുലേഷൻ. അടുത്തത് ഒരു സബ് ഹെഡിങ് ആണ്, ദ റീജിയൻസ് അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ മേജർ സബ് ഹെഡിങ് നമ്മൾ ഇവിടോട്ട് എഴുതും. ദ റീജിയൻസ് അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റേഴ്സ്. 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 അത് ഏതൊക്കെയാണ് നമുക്ക് സബ് പോയിന്റ്സ് നോക്കാം. The regions affected by disasters. ഇന്ത്യയിൽ ഏതൊക്കെ റീജിയൻസ് ആണുള്ളത് നമുക്കറിയാം. ഇന്ത്യയിൽ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, പിന്നെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നൊരു ലൊക്കേഷൻ കൂടെ ഉണ്ട്. നമ്മൾ അതങ്ങ് എഴുതി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും ലക്ഷദ്വീപും ഉണ്ട്. അത് നമുക്ക് എഴുതാം. എന്തൊക്കെ എഴുതാം? സബ് പോയിന്റ്സ് ആണ് നോർത്തേൺ റീജിയൻ, പിന്നെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, പിന്നെ സദേൺ റീജിയൻ, പിന്നെ വെസ്റ്റേൺ റീജിയൻ, പിന്നെ
ഐലൻഡ്സ്. അപ്പോൾ ഇതെങ്ങനെ സെൻറ്റൻസ് ആക്കും? ഇൻ ഇന്ത്യ മേജർ ഡിസാസ്റ്റേഴ്സ് ഒക്കർ ഇൻ നോർത്തേൺ റീജിയൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, സദേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ ആൻഡ് ഐലൻഡ്സ്. ആൻഡ് ദി ഐലൻഡ്സ് സബ് പോയിന്റ് ആണ്. നമ്മുടെ ഡിസാസ്റ്റർ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ 2 സബ് പോയിന്റ് വന്നു, 3 സബ് പോയിന്റ് വന്നു. അതിൽ രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും സബ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് സബ് പോയിന്റ്, മേജർ ഡിസാസ്റ്റേഴ്സ് ഇൻ ദ സെഞ്ചുറി. അത് നമ്മൾ എഴുതും, മേജർ ഡിസാസ്റ്റേഴ്സ് ഇൻ ദ സെഞ്ചുറി. ഏതൊക്കെയാ? ദ ഗുജറാത്ത് എർത്ത് earthquake, then മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സ്. നമ്മളിത് സബ് പോയിന്റ് ആണ്. മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സ്. പിന്നെ സുനാമി, then the ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ്. അത് കഴിഞ്ഞ് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എഴുതാനായിട്ട് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. കേരള ഫ്ലഡ്സ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സ് ഉണ്ട്, ചെന്നൈ ടൗൺ ഫ്ലഡ്സ് ഉണ്ട്, ഓഖി ഉണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള പല ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് പാൻഡമിക് ആഡ് ചെയ്യാം, നിപ്പ, COVID-19 ഇതൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ആഡിങ് തിങ്സ്. കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നോക്കി, നമ്മുടെ ഫസ്റ്റ് മെയിൻ പോയിന്റ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഗ്ലോബൽ സെനാരിയോ. സെക്കൻഡ് മെയിൻ പോയിന്റ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. സെക്കൻഡ് മെയിൻ പോയിന്റിൻ്റെ സബ് പോയിന്റ്സ് നമ്മൾ എന്തൊക്കെ എഴുതി? ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്, വൾണറബിലിറ്റി, ലോട്ട്സ് ഓഫ് റീസൺ, അതിന് കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. റീജിയൻസ് അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റേഴ്സ്, അതിന് കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. മേജർ ഡിസാസ്റ്റേഴ്സ് ഇൻ ദ സെഞ്ചുറി, അതിനും കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ സബ് പോയിന്റിൻ്റെ സബ് പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ മേജർ പോയിന്റ് 3ലേക്ക് പോവുകയാണ്. മേജർ പോയിന്റ് 3ൽ നമ്മൾ എഴുതുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ്. ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് നമ്മൾ മേജർ പോയിന്റ് എഴുതി ഇങ്ങനൊരു ബുള്ളറ്റിൻ ഇട്ടാണ്, അതുകൊണ്ട് അങ്ങനെ എഴുതുക. ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാ? ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ. ഡിസാസ്റ്റേഴ്സ് കോസ് ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അതെഴുതാം, ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ. 2. അടുത്തത് എന്താ പോയിന്റ്? ഡെത്ത്. ഡിസാസ്റ്റേഴ്സ് കോസ് എ ലോട്ട് ഓഫ് ഡെത്ത്. മൂന്നാമത് എന്തായിരിക്കും? മൂന്നാമത്തെ പോയിന്റ്, കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ അഫക്റ്റഡ്. കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റേഴ്സ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. കൊമേഴ്ഷ്യൽ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ അഫക്റ്റഡ്. ഇനി അടുത്തത് നമുക്ക് ഇതിനൊന്നും സബ് പോയിന്റ്സ് ഇല്ല. അടുത്തത് നമുക്കുള്ളത് ഒരു മേജർ പോയിന്റ് ആണ്, മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതെന്നാണ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഇതിന് സബ് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ സബ് പോയിന്റ് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ? പർപ്പസ് ഈസ് ദ റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്ട്. ഡിസാസ്റ്ററിനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. വി ക്യാൻ ഓൺലി റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ പർപ്പസിന് എഴുതുക. പർപ്പസ് എന്താണ്? പർപ്പസ് റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്ട്. റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്ട്, ഇതാണ് പർപ്പസ്, റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്ട്. പിന്നെ നമ്മൾ എന്ത് എഴുതും? സെൻട്രൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് സെൻട്രൽ ഗവൺമെൻറ്, ദെയർ ആർ മെനി സെൻട്രൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ്. പാരഗ്രാഫായിട്ട് എഴുതുമ്പം നമ്മൾ സെൻറ്റൻസ് ആക്കണം, ദെയർ ആർ മെനി സെൻട്രൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ്. അപ്പോൾ എന്തും കാണും? സ്റ്റേറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് കാണും. അപ്പോൾ നമ്മൾ അടുത്തത് അത് എഴുതും, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ്. പിന്നെ നമ്മൾ എന്ത് എഴുതും? അവസാന പരിപാടി എന്താ? റീഹാബിലിറ്റേഷൻ ഓഫ് ദ വിക്ടിംസ്. അതാണ് അടുത്തത്, റീഹാബിലിറ്റേഷൻ ഓഫ് ദ victims. Rehabilitation of the victims. ബലിയാടുകൾ. ഡിസാസ്റ്റർ മൂലം അഫക്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ. നോക്കുക, ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ദേ കോസ് ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ, ദേ കോസ് ഡെത്ത്, all the commercial and economic activities are affected.
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇത് തന്നെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഫോക്കസ് ഏരിയ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ദ പർപ്പസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ദർ ആർ സോ മെനി സെൻട്രൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ്, ദർ ആർ സോ മെനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ദ മെയിൻ എയിം ഈസ് റീഹാബിലിറ്റേഷൻ ഓഫ് ദ വിക്ടിംസ്. NDMA SDMA എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ അത്രയും ഡെപ്തിലേക്ക് പോകണ്ട. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നയമാണ് നമ്മളിവിടെ സ്വീകരിച്ചത്. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സമ്മറി നമ്മളൊരു ഐഡിയ കിട്ടി നമുക്ക്. അതേപോലെ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് മാക്സിമം പഠിക്കുക, ഒരുമിച്ച് ക്ലബ് ചെയ്ത് പഠിക്കുക എന്നൊരു രീതിയിലാണ് നമ്മളിങ്ങനെ ക്ലാസ്സുമായിട്ട് പോകുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പഠിച്ചെടുക്കുക. ഓക്കെ, നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഒരു ലൈവ് TV റിപ്പോർട്ടാണ്. ഇതിനും അധികം റെഡിമെയ്ഡ് സെൻറ്റൻസ് ഒന്നുമില്ല. ട്രിപ്പ് ഓഫ് ലഹോള എന്നുള്ള നമ്മുടെ 3rd യൂണിറ്റിലെ ഒരു ട്രിപ്പ് ഓഫ് ലഹോള എന്ന് പറയുന്നൊരു ബലൂണാണ്. ആ ബലൂൺ പറത്തുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലൈവ് TV റിപ്പോർട്ട് ടെക്സ്റ്റിലെ ആക്ടിവിറ്റിയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം പോകാം. സാധാരണഗതിയിൽ ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വരെ എക്സാമിന് ചോദിച്ച എക്സാംസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയാണ്. പക്ഷേ ഈ TV റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവൂ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ചാപ്റ്ററായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് വായിക്കാം, ഒപ്പം ട്രിപ്പ് ഓഫ് ലഹോളയുടെ ഒരു ഐഡിയയും കൂടി തരാം. അപ്പോൾ നമ്മൾ ആദ്യം വൈകുന്നേരമാണ് ട്രിപ്പ് ഓഫ് ലഹോള നടക്കുന്നത്, ബലൂൺ പൊങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഗുഡ് ഈവനിങ് TV റിപ്പോർട്ടാണ്. ഗുഡ് ഈവനിങ്, വെൽക്കം ടു ദ സ്പെഷ്യൽ ലൈവ് ഷോ. വെൽക്കം ടു ദ സ്പെഷ്യൽ ലൈവ് ഷോ. ദിസ് ഈസ് ABC ലൈവ്, ചാനൽ ABC ലൈവ് ആണ്. ആൻഡ് ഐ ആം രമേഷ് നമ്പ്യാർ ജോയിനിങ് യു. രമേഷ് നമ്പ്യാർ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. എന്തിൽ? ഓൺ ദി സ്പെഷ്യൽ ഡേ, ഈ പ്രത്യേക ദിവസം, ടു വിറ്റ്നസ്, ദർശിക്കുവാനായിട്ട്, ദ ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ഓഫ് എ ബലൂൺ ലഹോള. ലഹോള എന്നുള്ള ബലൂണിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് കാണുവാനായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. ഹിയർ വി ഹാവ് ക്യാപ്റ്റൻ ജോവിസ് ആൻഡ് ഹിസ് ടീം പ്രിപ്പയറിംഗ് ദ ബലൂൺ. അപ്പോൾ ബലൂണ് പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ പേരാണ് ക്യാപ്റ്റൻ ജോവിസ്. ക്യാപ്റ്റൻ ജോവിസും അദ്ദേഹത്തിൻ്റെ ടീമോടാണ് ബലൂണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു ദ ലൈവ് ഷോ. ദിസ് ഈസ് ABC ലൈവ്. I am Ramesh Nambiar joining you on this very special moment to witness the adventurous and historic flight of a balloon, Lehola. Here we have Captain Jovis and his team preparing the balloon. എല്ലാം പ്രസന്റ് ടെൻസിൽ എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ബലൂൺ അവിടെ കിടക്കുകയാണ്, ആളുകൾ ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയും? വാട്ട് ഐ സീ ഹിയർ ഈസ് എ ബിഗ് ക്രൗഡ് അസംബിൾഡ് ഹിയർ. എ ബിഗ് ക്രൗഡ് ഈസ് അസംബിൾഡ് ഹിയർ. ഒരുപാട് ആളുകൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നു. ബലൂൺ എങ്ങനെയുണ്ട്? ദ ബലൂൺ ലുക്സ് ലൈക്ക് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്. ബലൂണ് യെല്ലോ ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കേക്ക് പോലെയുണ്ട്. ദ ബലൂൺ ലുക്സ് ലൈക്ക് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്സ്. ഇറ്റ് ഈസ് ലൈങ് ഇൻ ദ കോർട്ട്യാർഡ്. അത് മുറ്റത്ത് കിടപ്പുണ്ട്. ബലൂൺ കാറ്റ് നിറയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് ലൈങ് ഇൻ ദ കോർട്ട്യാർഡ്. അത് മുറ്റത്ത് കിടപ്പുണ്ട്. ഓൺ എ മഹാഗണി പ്ലേറ്റ് ഇറ്റ് ഈസ് റിട്ടൺ ലഹോള. ഒരു മഹാഗണി പ്ലേറ്റിൽ ലഹോള എന്ന് എഴുതിയിട്ടുണ്ട്. ലഹോള എന്ന് എഴുതിയിട്ടുണ്ട്. ദേ ആർ ഫില്ലിങ് ഗ്യാസ് ഇൻ ടു ഇറ്റ്. അവർ ബലൂണിലേക്ക് ഗ്യാസ് ഫില്ല് ചെയ്യുകയാണ്. ദേ ആർ ഫില്ലിങ് ഗ്യാസ് ഇൻ ടു ദ ബലൂൺ ആൻഡ് ദ ബലൂൺ ഈസ് അണ്ടുലേറ്റിംഗ് ലൈക്ക് ആൻ ഇനോർമസ് വേം. അണ്ടുലേറ്റ് എന്ന് വെച്ചാൽ ആടുക. ഇറ്റ് അണ്ടുലേറ്റ്സ് ലൈക്ക് ആൻ ഇനോർമസ് വേം. ഒരു വലിയ പുഴുവിനെ പോലെ കിടന്ന് അണ്ടുലേറ്റ് ചെയ്യുകയാണ്. ദ ക്യാപ്റ്റൻ ഈസ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്. ക്യാപ്റ്റൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദീസ് പീപ്പിൾ, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ദീസ് പീപ്പിൾ ആർ ഹാവിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. ഐ ക്യാൻ ഹിയർ ദം. ലൈവ് റിപ്പോർട്ടാണ്, നമുക്ക് നമ്മുടെ അനുഭവം പറയാം. ഐ ക്യാൻ ഹിയർ ദം. എനിക്ക് ഇവരെ കേൾക്കാം. ദീസ് പീപ്പിൾ ആർ ഹാവിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. പലർക്കും പല അഭിപ്രായമാണ്. ബട്ട് ദ ക്യാപ്റ്റൻ ആൻഡ് ദ ട്രാവലേഴ്സ് ആർ ഒപ്റ്റിമിസ്റ്റിക്. ക്യാപ്റ്റനും ട്രാവലേഴ്സും ബലൂണിൻ്റെ പറക്കലിനെ പറ്റി ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. പീപ്പിൾ ആർ ഹാവിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ബട്ട് ദ ക്യാപ്റ്റൻ ആൻഡ് ഹിസ് ടീം ആർ ഒപ്റ്റിമിസ്റ്റിക്. ഓ നൗ ദ ബലൂൺ ഹാസ് റൈപ്പൻ ഫുള്ളി. ബലൂൺ പൂർണ്ണമായിട്ട് റൈപ്പനായി, വലുതായി. ദ ബലൂൺ ഹാസ് റൈപ്പൻ ഫുള്ളി. എവറിഥിങ് ഈസ് റെഡി. എല്ലാം റെഡിയാണ്. ലെഫ്റ്റനന്റ് മാലറ്റ് ജംപ്സ് ഇൻ ടു ദ നെറ്റ് ബിറ്റ്വീൻ ദ ബാസ്ക്കറ്റ് ആൻഡ് ദ ബലൂൺ. ബലൂണിനും ബാസ്ക്കറ്റിനും ഇടയിലായിട്ട് ഒരു നെറ്റുണ്ട്. ആ നെറ്റിൽ കിടന്നുകൊണ്ടാണ് ഈ ബലൂണിൻ്റെ മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യുക. ആ ജോലി ലെഫ്റ്റനന്റ് മാലറ്റിൻ്റെയാണ്. ലെഫ്റ്റനന്റ് മാലറ്റ് ജംപ്സ് ഇൻ ടു ദ നെറ്റ് ബിറ്റ്വീൻ ദ ബലൂൺ ആൻഡ് ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിലാണ് ആളുകൾ കയറി നിന്ന് പോവുക. ദ ട്രാവലേഴ്സ് ഇൻക്ലൂഡ്, കുറേ ട്രാവലേഴ്സ് ഉണ്ട്. ആരൊക്കെയാ? മിസ്റ്റർ ബിയർ, പോൾ ബെസന്റ്, പാട്രിസ് ഐറിസ്, ഗെയ് ഡെ മോപ്പസാങ്. നമ്മുടെ എഴുത്തുകാർ ആരൊക്കെയുണ്ട്? മിസ്റ്റർ ബിയർ, മിസ്റ്റർ പോൾ ബെസന്റ്, മിസ്റ്റർ പാട്രിസ് ഐറിസ്,
ഗൈഡെ മോപ്പസാൻ, ക്യാപ്റ്റൻ ജോവിസും ഉണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ്, ഒരാൾക്കുള്ള സ്പേസ് കുറവാണ്. അതുകൊണ്ട് മിസ്റ്റർ പാട്രിസ് ഈസ് കമ്മിങ് ബാക്ക്. പാട്രിസ് തിരിച്ചു വരും. നമ്മൾ ലൈവ് റിപ്പോർട്ടാണ്. ലുക്ക് പാട്രിസ് ഈസ് കമ്മിങ് ബാക്ക്, ലെറ്റ് മീ ആസ്ക് ഹിം വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ എന്താ സംഭവിച്ചതെന്ന്. he is saying that there is not enough space. He is saying that there is not enough space. ആവശ്യത്തിന് സ്പേസ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ കമാൻഡ് ചെയ്യും. ദ ക്യാപ്റ്റൻ കമാൻഡ്സ് ലെറ്റ് ഇറ്റ് ലൂസ്. ആ റോപ്പ് ലൂസ് ചെയ്യാൻ പറയും. ദ ക്യാപ്റ്റൻ കമാൻഡ്സ് ലെറ്റ് ഇറ്റ് ലൂസ് ആൻഡ് ദ റോപ്പ് ഈസ് കട്ട് വിത്ത് വൺ സ്ട്രോക്ക് ആൻഡ് ദ ബലൂൺ ഈസ് ഗോയിങ് ഹൈ. ദ റോപ്പ് ഈസ് കട്ട് വിത്ത് വൺ സ്ട്രോക്ക്, ഒറ്റ വെട്ടിന് റോപ്പ് കട്ട് ചെയ്യും. ആൻഡ് ദ ബലൂൺ ഈസ് ഫ്ലൈയിങ് ഹൈ. ദ ബലൂൺ ഈസ് ഫ്ലൈയിങ് ഹൈ. ബലൂണ് പറക്കുകയാണ്. ഇറ്റ് ഈസ് മൂവിങ് അവേ. ലുക്ക്, ഇറ്റ് ഈസ് മൂവിങ് അവേ. അത് പറന്ന് ദൂരേക്ക് പോവുകയാണ്. It becomes smaller and smaller. It becomes smaller and smaller. ചെറുതായി ചെറുതായി it disappears. അത് ഡിസപ്പിയർ ചെയ്യാണ്. Now the crowd is excited. crowd ആകെ എക്സൈറ്റഡ് ആണ്. Let us wish them all the success. നമുക്ക് അവർക്ക് എല്ലാ സക്സസ്സും ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യാം. This is Ramesh Nambiar with cameraman Sunil Kumar from ABC Live. This is Ramesh Nambiar with cameraman Sunil Kumar from ABC Live. ഇങ്ങനെയാണ് ഒരു ലൈവ് റിപ്പോർട്ട് എഴുതുന്നത്. എന്താണ് ലഹോളയുടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ്, ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും ലഹോളയ്ക്ക് നോക്കാം. റോപ്പ് വാസ് കട്ട്, ദ ബലൂൺ റൈസസ്. ബലൂൺ പറക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ബലൂൺ പൊങ്ങുവാണോ താഴുവാണെന്ന് അറിയുന്നത്? ബൈ പുട്ടിങ് എ പേപ്പർ ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ് ദേ നോ വെദർ ദ ബലൂൺ ഈസ് റൈസിങ് ഓർ ഫോളിങ്. ബൈ പുട്ടിങ് എ പേപ്പർ ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ്, ബാസ്ക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ താഴേക്ക് ഇട്ടാൽ they know whether it is rising or falling. പൊങ്ങുവാണോ താഴുവാണോ എന്നറിയാം. ഇഫ് ദ പേപ്പർ ഗോസ് അപ്പ്, പുറത്തേക്ക് ഇടുന്ന പേപ്പർ മുകളിലോട്ട് പോയാൽ ദ ബലൂൺ ഈസ് ഫോളിങ്. ഇഫ് ദ പേപ്പർ ഗോസ് ഡൗൺ, പുറത്തേക്ക് ഇടുന്ന പേപ്പർ താഴേക്ക് പോയാൽ ദ ബലൂൺ ഈസ് റൈസിങ്. പിന്നെ ബലൂൺ കുറേ അധികം ഹൈറ്റിലെത്തും. ദേ റീച്ച് 500 meters. ആദ്യം 500 meters എത്തും. ദ വ്യൂ ഈസ് സൂപ്പർബ്. താഴെ കാണുന്ന കാഴ്ച മനോഹരമാണ്. ദ വ്യൂ ഈസ് സൂപ്പർബ്. ഇതൊക്കെ നമുക്ക് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ ഉപയോഗിക്കേണ്ട പോയിന്റ്സ് ആണ്. ദ വ്യൂ ഈസ് സൂപ്പർബ്. ദേ ആർ ഏബിൾ ടു എൻജോയ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഫ്രം ദി എർത്ത്. ദേ ആർ ഏബിൾ ടു എൻജോയ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഫ്രം എർത്ത്. ഭൂമിയിൽ നിന്നുള്ള സൈറ്റ്സും സൗണ്ട്സും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ സൈറ്റ്സും സൗണ്ട്സും ആണ്? സൗണ്ട് ഓഫ് ദ വീൽ, ലോയിങ് ഓഫ് ദ കൗ, barking of dogs, mewing of cats, the sounds made by children, sound of the wheel, ചക്രത്തിൻ്റെ ശബ്ദം, lowing of the cow, കൗസ് കരയുന്ന ശബ്ദം, barking of dogs, dogs കുരയ്ക്കുന്ന ശബ്ദം, mewing of cats, catsൻ്റെ ശബ്ദം, the sound made by children. അവിടെ വരുന്ന ഒരു സെൻറ്റൻസ് ആണ് നത്തിങ് ഈസ് മോർ ഡെലിക്കേറ്റ് ദാൻ ദ മാനോവറിങ് ഓഫ് എ ബലൂൺ. നത്തിങ് ഈസ് മോർ ഡെലിക്കേറ്റ്, ഇത്രയും മനോഹരമായ വേറൊരു കാര്യമില്ല. ദാൻ ദ മാനോവറിങ് ഓഫ് എ ബലൂൺ, ഒരു ബലൂണിൻ്റെ മൂവ്മെൻറ്റിനേക്കാൾ മനോഹരമായൊരു കാര്യം ഇല്ല. ദെൻ ദർ ഈസ് സംതിങ് കോൾഡ് ബലാസ്റ്റ്. ഒരു ഇതിൽ ബലാസ്റ്റ് വെച്ചിരിക്കും. ബലാസ്റ്റ് എന്ന് വെച്ചാൽ വേസ്റ്റാണ്. ദ ക്യാപ്റ്റൻ ത്രോസ് ദ ബലാസ്റ്റ് ഔട്ട് ആൻഡ് ദ ബലൂൺ റൈസസ്. ഈ ബലൂണിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സാധനം എടുത്ത് താഴോട്ട് ഇട്ടാലും ബലൂണ് പൊങ്ങും. അപ്പോൾ ഈ ബലാസ്റ്റ് കുറേശ്ശെ ചിലപ്പോൾ മണ്ണായിരിക്കും, കുറേശ്ശെ താഴോട്ട് ഇട്ടിട്ടായിരിക്കും ഈ ബലൂണ് പൊങ്ങി പോവുക. they can see the moon. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ they see the moon but it disappears soon. മൂൺ കാണും, പിന്നെ അത് ഡിസപ്പിയർ ചെയ്യും. they have reached great heights. they have reached 2000 feet. അങ്ങനെ അവർ പറന്ന് പൊങ്ങി 2000 feetലെത്തും. and they even mistake the shadow of the balloon for that of a dog. ബലൂണിൻ്റെ ഷാഡോ കാണുമ്പോൾ അവർക്ക് തോന്നും അതൊരു ഡോഗ് ആണെന്ന്. and finally they reach ബെൽജിയം. ബെൽജിയത്തിലെത്തും. they were heading towards the sea. അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്, സീയിലേക്ക് പോവുകയാണ്. സോ ദ പെസൻസ്, അവിടെയുള്ള കൃഷിക്കാർ, ദ പെസൻസ് ക്രൈഡ് ഔട്ട് ടു ദം ടു ലാൻഡ് സൂൺ. പെസൻസ് അവരോട് വേഗത്തിൽ ലാൻഡ് ചെയ്യാൻ പറയും. സോ വാട്ട് ദേ ഡു ഈസ് ദേ സ്റ്റാർട്ടഡ് ദ ലാൻഡിങ് പ്രൊസീജിയർ. അവർ ആ ലാൻഡിങ് പ്രൊസീജിയർ തുടങ്ങും. ആൻഡ് ദേ ലാൻഡ് സേഫ്ലി. അവർ അവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്യും. ദ ആനിമൽസ്, ഒരു ഫാമിൽ, ദേ ലാൻഡ് ഇൻ എ ഫാം. അവരൊരു ഫാമിലാണ് വന്നിറങ്ങുക. ദ ആനിമൽസ് സറൗണ്ട് ദം. ചുറ്റുമുള്ള ആനിമൽസ് എല്ലാം അവരെ സറൗണ്ട് ചെയ്യും. ദ പെസൻസ് സറൗണ്ട് ദം. പെസൻസ് അവരുടെ ചുറ്റും കൂടും. ഇറ്റ് വാസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ ദ ആനിമൽസ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികൾക്കും ആനിമൽസിനും അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബട്ട് ദീസ് വില്ലേജേഴ്സ് ഹാവ് ഓൾറെഡി നോൺ സച്ച് തിങ്സ്. വില്ലേജേഴ്സിന് ഈ കാര്യം അല്ലാതെ തന്നെ അറിയാം. സോ ഇറ്റ് വാസ് എ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ ദ ആനിമൽസ് ആൻഡ് ദ ചിൽഡ്രൻ. ദീസ് വില്ലേജേഴ്സ് ആർ ഹോസ്പിറ്റബിൾ. അവർ വളരെ ഹോസ്പിറ്റബിളായിട്ട് അക്കോമഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു വില്ലേജേഴ്സ് ആണ്. ദേ ഡു ദം ഓൾ ദ ഹെൽപ്പ് ആൻഡ് ദേ
prepare their journey to Paris. They go to railway station to go to Paris. ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പം ട്രിപ്പ് ഓഫ് ലഹോളയുടെ കഥ എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാനൂടെ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി ആയിട്ട് ലിങ്ക് ചെയ്തത്. ഇനിയും ഈ ട്രിപ്പ് ഓഫ് ലഹോള ഇറങ്ങാൻ പോകുന്നത് ഒരു പെസൻറ്റ് നറേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ എഴുതാൻ ചോദിക്കാം. ബട്ട് ദാറ്റ് വുഡ് ബി ടു മച്ച്, ദാറ്റ് ഡിസ്കഷൻ വുഡ് ബി ടു മച്ച്. അത് നമ്മൾ അത്ര ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ട്രിപ്പ് ഓഫ് ലഹോളയുടെ കഥ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. സോ വീഡിയോ നമ്മൾ ലൈവ് എങ്ങനെയാണ് ഒരു വീഡിയോ ലൈവ് പോകുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പോയം അനാലിസിസ് കൂടെ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഒരു പോയം, അതായത് ടു സ്ലീപ്പ് എന്നുള്ളൊരു പോയം പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോയം അനാലിസിസ് കൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ.